ബ്രോ ആകെ ഉണ്ടായിരുന്ന പെണ്ണിനോട് 2 മാസ് ഡയലോഗ് അടിച്ചപ്പോൾ അവൾ കളഞ്ഞിട്ട് പോയതിൻ്റെ വിഷമത്തിൽ വാങ്ങിയ ഐഫോണിൽ iOS 26.4 അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണ് പുതുതായി വന്നത്? iOS 26.4 കുറച്ച് ദിവസം മുമ്പ് ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സൈഡിൽ കാണിക്കുന്ന ഇത്രയും ഡിവൈസുകളാണ് iOS 26.4 ആപ്പിൾ ഒഫീഷ്യലി റിലീസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റിൽ മെയിൻ ആയിട്ട് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത് 35ഓളം സെക്യൂരിറ്റി വൾണറബിലിറ്റി ഇഷ്യൂസ് ഫിക്സ് ചെയ്യലാണ്. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ ഡിവൈസിൽ ഈ ഒരു അപ്ഡേറ്റ് ചെയ്തിരിക്കണം. പുതിയ 8 ഇമോജീസ് ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ 8 ഇമോജി നിങ്ങളുടെ കീബോർഡിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് അപ്ഡേറ്റിൽ ഒരുപാട് ആൾക്കാർക്ക് കീബോർഡിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതെല്ലാം ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഐഫോണിലെ സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന സെറ്റിംഗ്സ് ഉണ്ട്. iOS 26.4 മുതൽ അത് ഡിഫോൾട്ട് ഓൺ ആയിരിക്കും. മേജർ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയതുകൊണ്ട് എന്റെ ഡിവൈസിൽ വന്നേക്കുന്നത് 5.23 GB ആണ്. ഇതിന് മുമ്പത്തെ അപ്ഡേറ്റ് നിങ്ങൾ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സൈസ് കൂടുതലായിരിക്കും, ചില ആൾക്കാർ കുറച്ച് കുറവായിരിക്കും. ഒരുപാട് ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് ആപ്പിൾ ഈ അപ്ഡേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ അറിയണമെങ്കിൽ കമന്റ് സെക്ഷൻ എന്ന് പറയുക. ഈ ഒരു അപ്ഡേറ്റ് ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുക. നീ ഇത് ചെയ്തിട്ട് ബാറ്ററി ഹെൽത്ത് കുറഞ്ഞു അല്ലെങ്കിൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നില്ല എന്ന് പറയണ്ട. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഒരു 1 to 2 weeks വെയിറ്റ് ചെയ്യുക. എന്നിട്ട് മാത്രമേ നിങ്ങൾ ഡിവൈസിൽ അപ്ഡേറ്റ് ചെയ്ത് ഈ ഒരു OSനെ നിങ്ങൾ കമ്പയർ ചെയ്യാവൂ. അപ്പോൾ ഐഫോണൊക്കെ യൂസ് ചെയ്യുന്ന മാക്സിമം ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഡെയിലി കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ഒക്കെ